കപ്പാസിറ്റൻസിലെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് കമ്പൈൻഡ് ആയിട്ട് വരുന്ന നെറ്റ്വർക്സിലെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. ഫസ്റ്റ് ഫൈൻഡ് ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഗിവൺ ഇൻ ദ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 5 കപ്പാസിറ്റേഴ്സ് ആണ്. പാരലൽ കോമ്പിനേഷൻസും സീരീസ് കോമ്പിനേഷനും കമ്പൈൻഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഇതിന്റെ ഇഫക്റ്റീവ് ഈക്വലന്റ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ നെറ്റ്വർക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ 4 മൈക്രോ ഫാരഡ് ആൻഡ് 12 മൈക്രോ ഫാരഡ് ഈ രണ്ട് കപ്പാസിറ്റൻസും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 4 മൈക്രോ ഫാരഡും 12 മൈക്രോ ഫാരഡും പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ആദ്യം ഈ 4 മൈക്രോ ഫാരഡിന്റെയും 12 മൈക്രോ ഫാരഡിന്റെയും ഈക്വലന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആ പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് വാല്യൂ നമുക്ക് കാണാം. സോ 4 മൈക്രോ ഫാരഡ് ആൻഡ് 12 മൈക്രോ ഫാരഡ് ആർ ഇൻ കണക്റ്റഡ് പാരലൽ. പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C dash is equal to C1 plus C2 ആണ്. അപ്പോൾ ഇവിടെ രണ്ട് കപ്പാസിറ്റേഴ്സ് 4 മൈക്രോ ഫാരഡും 12 മൈക്രോ ഫാരഡും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C dash is equal to 4 മൈക്രോ ഫാരഡ് plus 12 മൈക്രോ ഫാരഡ് that's equal to 16 മൈക്രോ ഫാരഡ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ലഭിച്ചത് 16 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 16 മൈക്രോ ഫാരഡ് എന്ന് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ഇതും ഒരു കോമ്പിനേഷൻ ആണ്, പാരലൽ കോമ്പിനേഷൻ തന്നെ. ഇവിടെ 3 മൈക്രോ ഫാരഡും 6 മൈക്രോ ഫാരഡും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരലൽ കോമ്പിനേഷന്റെയും ഈക്വലന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 3 മൈക്രോ ഫാരഡ് ആൻഡ് 6 മൈക്രോ ഫാരഡ് ആർ ഇൻ കണക്റ്റഡ് പാരലൽ. നേരത്തെ പോലെ തന്നെ പാരലൽ കോമ്പിനേഷന്റെ ഇക്വേഷൻ നമുക്ക് അതിനെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ C ഡബിൾ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. C ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2. ഇത് രണ്ട് കപ്പാസിറ്റേഴ്സ് ആണ്, 3 മൈക്രോ ഫാരഡും 6 മൈക്രോ ഫാരഡും. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 മൈക്രോ ഫാരഡ് പ്ലസ് 6 മൈക്രോ ഫാരഡ് ദാറ്റ്സ് ഈക്വൽ ടു 9 മൈക്രോ ഫാരഡ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ലഭിച്ചത് 9 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 9 മൈക്രോ ഫാരഡ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് കപ്പാസിറ്റേഴ്സിന് പകരം 16 മൈക്രോ ഫാരഡ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് നമുക്ക് അത് ഇമാജിൻ ചെയ്യാം. അതുപോലെ ഇവിടെ 3 മൈക്രോ ഫാരഡ് ആൻഡ് 6 മൈക്രോ ഫാരഡ് പാരലൽ കോമ്പിനേഷന് പകരം ഒരു സിംഗിൾ കപ്പാസിറ്റർ 9 മൈക്രോ ഫാരഡ് ഉള്ള ഒരു കപ്പാസിറ്റർ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 6/5 മൈക്രോ ഫാരഡും 16 മൈക്രോ ഫാരഡും 9 മൈക്രോ ഫാരഡ് ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് സീരീസ് കണക്ഷൻ ആണെന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടാൽ ഈ നെറ്റ്വർക്കിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈക്വലന്റ് കപ്പാസിറ്റൻസ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ഈ 6/5 മൈക്രോ ഫാരഡ്, then 16 മൈക്രോ ഫാരഡ്, then 9 മൈക്രോ ഫാരഡ് ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് they are connected in series. അപ്പോൾ സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ 1/C is equal to 1/C1 plus 1/C2 plus 1/C3. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/C equals 1 ഫസ്റ്റ് വാല്യൂ 6/5 ആണ്, 6/5 മൈക്രോ ഫാരഡ് പ്ലസ് 1/16 മൈക്രോ ഫാരഡ് പ്ലസ് 1/9 മൈക്രോ ഫാരഡ്. ഇവിടെ ഇത് 1/6/5 എന്നത് 5/6 എന്നാവും. അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.0069 എന്നാണ്. അത് 1/C ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് C ആണ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ആണ്. ദെൻ ഇതിന്റെ റെസിപ്രോക്കൽ അതായത് 1/1.0069 കണ്ടാൽ നമുക്ക് C ലഭിക്കും. That is C is equal to 1/1.0069. That is C is equal to 0.99 മൈക്രോഫാരഡ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ നെറ്റ്വർക്കിന്റെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് വരുന്നത് 0.99 മൈക്രോഫാരഡ് എന്നാണ്. Now second question. Two capacitors are connected as shown in figure. The equivalent capacitance of the combination is 4 microfarad. ഇവിടെ രണ്ട് കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ശ്രദ്ധിച്ചാൽ കാണാം, രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു 12 വോൾട്ട് സപ്ലൈ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് കപ്പാസിറ്റർ 20 മൈക്രോ ഫാരഡ് എന്ന് തന്നിട്ടുണ്ട്.
രണ്ടാമത്തെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ തന്നിട്ടില്ല, അത് സി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ദ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഈസ് 4 മൈക്രോഫാരഡ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷന്റെ, ഈ ഒരു സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് സി. ഈ കപ്പാസിറ്റൻസ് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് സീരീസ് കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ 1/c' is equal to 1/c1 plus 1/c2. ഇവിടെ ഫസ്റ്റ് കപ്പാസിറ്റൻസ് C1, സെക്കൻഡ് കപ്പാസിറ്റൻസ് C2, അതിന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അത് സി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു, അതിന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈക്വലന്റ് കപ്പാസിറ്റൻസിന് നമുക്ക് C' എന്ന് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി രണ്ടാമത്തെ കപ്പാസിറ്ററിന് സി എന്ന് ഡിനോട്ട് ചെയ്തതുകൊണ്ട് ഈക്വലന്റ് കപ്പാസിറ്റൻസിന് നമുക്ക് C' എന്ന് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 4 മൈക്രോഫാരഡ് ആണ്. അപ്പൊ ഇവിടെ ഈ C' വാല്യൂ നമുക്ക് 4 മൈക്രോഫാരഡ് എന്ന് കൊടുക്കാം. ഇനി C1 എന്ന് പറയുന്നത് ഫസ്റ്റ് കപ്പാസിറ്റർ, അതിന്റെ വാല്യൂ 20 മൈക്രോഫാരഡ് ആണ്. C2 is equal to C. ആ വാല്യൂ നമുക്ക് അറിയില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ഈക്വലന്റ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് ആണ്. 1/4 മൈക്രോഫാരഡ് is equal to 1 ഫസ്റ്റ് വാല്യൂ 1/20 മൈക്രോഫാരഡ് പ്ലസ് 1/c. ഇതിൽ നിന്നും 1/c യുടെ ഇക്വേഷൻ എഴുതാം. 1/c is equal to 1/4 മൈക്രോഫാരഡ് മൈനസ് 1/20 മൈക്രോഫാരഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/c is equal to 4/20 മൈക്രോഫാരഡ് എന്നാണ്. ഇത് 1/c യുടെ വാല്യൂ ആണ്. ഇതിൽ നിന്ന് നമുക്ക് സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇത് 1/c ആയതുകൊണ്ട് സി കാണാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അതായത് 20/4. 20/4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ c is equal to 5 മൈക്രോഫാരഡ്. അപ്പോൾ ഈ സെക്കൻഡ് കപ്പാസിറ്ററിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആ വാല്യൂ നമുക്ക് ലഭിച്ചത് 5 മൈക്രോഫാരഡ് എന്നാണ്. ദെൻ സെക്കൻഡ് പാർട്ട്, കാൽക്കുലേറ്റ് ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ. ഇതിലെ ഓരോ കപ്പാസിറ്ററിലെയും ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷനിൽ ഉള്ള ഡിവൈസസിലെല്ലാം ചാർജ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ രണ്ട് കപ്പാസിറ്ററിലെയും അക്രോസ് ഉള്ള ചാർജിന്റെ വാല്യൂ സെയിം വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ചാർജ് കാണാനായിട്ട് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്ത കപ്പാസിറ്റൻസ് C' is equal to Q/V. ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്, അതിന് നമ്മൾ C' എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പൊ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ Q/V ആണ്. നമുക്ക് കാണേണ്ടത് ചാർജ് ആണ്, അതുകൊണ്ട് Q is equal to C'V എന്ന് എഴുതാം. C' എന്നത് ഇവിടുത്തെ ഈക്വലന്റ് കപ്പാസിറ്റൻസ് 4 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. V എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ 12 വോൾട്ട് ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് Q is equal to 4 microfarad into 12. Then we get 4 into 12, that is 48. Q is equal to 48. ഇവിടെ ഓൾറെഡി മൈക്രോ ഉണ്ട്. അപ്പോൾ 4 into 12 48. Then മൈക്രോ. ചാർജിന്റെ വാല്യൂ കുളൂംബ് ആണ്. 48 മൈക്രോ കുളൂം. ഇവിടെ ഫാരഡ് ഉണ്ട്, 12 വോൾട്ടും ആണ്. ഫാരഡ് ഇൻറ്റു വോൾട്ട് ആണ് കുളം വരുന്നത്. അപ്പോൾ ചാർജിന്റെ യൂണിറ്റ് കുളൂം. അപ്പൊ ഈ രണ്ട് കപ്പാസിറ്ററിലും ഒരേ ചാർജ് തന്നെയായിരിക്കും. ഈക്വലന്റ് കപ്പാസിറ്റൻസ് രണ്ടും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 മൈക്രോഫാരഡ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ചാർജ് 48 മൈക്രോ കുളൂംബ് തന്നെയാണ് ഈ 20 മൈക്രോഫാരഡിലും അതുപോലെ തന്നെ ഈ 5 മൈക്രോഫാരഡ് കപ്പാസിറ്ററിലും ഫ്ലോ ചെയ്യുന്നത്. സെയിം വാല്യൂ ചാർജ് തന്നെയായിരിക്കും. നെക്സ്റ്റ്, വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഇനി ഈ രണ്ട് കപ്പാസിറ്ററിലെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാണണം. രണ്ട് കപ്പാസിറ്ററിലെയും ചാർജ് സെയിം ആണെന്ന് പറഞ്ഞു, കാരണം ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. പക്ഷെ സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത 12 വോൾട്ടിലെ ഒരു ഭാഗം ഈ 20 മൈക്രോഫാരഡിൽ ഡ്രോപ്പ് ചെയ്യും, ബാക്കിയുള്ളത് 5 മൈക്രോഫാരഡ് കപ്പാസിറ്ററിലും ഡ്രോപ്പ് ചെയ്യും. ഇവിടെ രണ്ട് കപ്പാസിറ്ററിന്റെയും വാല്യൂ ഡിഫറെന്റ് ആണ്. ഒന്ന് 20 മൈക്രോഫാരഡും മറ്റേത് 5 മൈക്രോഫാരഡും ആയതുകൊണ്ട് രണ്ടിലും ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂവും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് കപ്പാസിറ്റർ 20 മൈക്രോഫാരഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണാം. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 20 മൈക്രോഫാരഡ്. അപ്പൊ പൊട്ടൻഷ്യൽ കാണുവാനുള്ള ഇക്വേഷൻ, ഇവിടെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C is equal to Q/V തന്നെയാണ്. അതിൽ നിന്നാണ് V is equal to Q/C.
അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. അപ്പോൾ V1 is equal to Q by C1. Qന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്, 48 മൈക്രോ കുളൂംബ് ആണ്. അപ്പോൾ Qന്റെ വാല്യൂ ഇവിടെ 48 മൈക്രോ കുളൂംബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C1 എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് 20 മൈക്രോ ഫാരഡിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് കാണുന്നത്. അപ്പോൾ C1ന് 20 മൈക്രോ ഫാരഡ് എന്നും കൊടുക്കാം. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V1 is equal to 48 മൈക്രോ കുളൂംബ് ഡിവൈഡഡ് ബൈ 20 മൈക്രോ ഫാരഡ്. അപ്പോൾ ഇവിടെയും മൈക്രോ ഗെറ്റ് ക്യാൻസൽഡ്. We get 48 by 20. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.4 ആണ്. ഇവിടെ ഇത് കുളൂംബ് ആണ് ചാർജിന്റെ യൂണിറ്റ്. ചാർജ് ബൈ ഫാരഡ് എന്ന് പറയുന്ന കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. നമ്മൾ മെഷർ ചെയ്ത പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കപ്പാസിറ്ററിൽ ഡ്രോപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ആണ് 2.4 വോൾട്ട്. നെക്സ്റ്റ് കാണേണ്ടത് ഈ രണ്ടാമത്തെ കപ്പാസിറ്ററിൽ ഡ്രോപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ആണ്. അതിന്റെ വാല്യൂ 5 മൈക്രോ ഫാരഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് 5 മൈക്രോ ഫാരഡ്. സെയിം ഇക്വേഷൻ തന്നെയാണ്. രണ്ടാമത്തേലെ പൊട്ടൻഷ്യൽ നമുക്ക് V2 എന്ന് വിളിക്കാം. ദെൻ V2 is equal to Q by C2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 is equal to ചാർജ് സെയിം ആണ്. ഈ രണ്ട് കപ്പാസിറ്ററിലും ഒരേ ചാർജ് തന്നെയാണ്. അതായത് ഈ 48 മൈക്രോ കുളൂംബ് വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 48 മൈക്രോ കുളൂംബ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് കപ്പാസിറ്ററിന്റെ വാല്യൂ 5 മൈക്രോ ഫാരഡ് ആണ്. ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈക്രോ ഗെറ്റ്സ് ക്യാൻസൽഡ്. ദെൻ 48 by 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.6 വോൾട്ട്. ദാറ്റ് ഈസ് V2 is equal to 9.6 വോൾട്ട്. അപ്പോൾ ഈ രണ്ട് പൊട്ടൻഷ്യലും ആഡ് ചെയ്താൽ, അതായത് 2.4 വോൾട്ട് പ്ലസ് 9.6 വോൾട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 12 വോൾട്ട് ആണ്. അപ്പോൾ ഈ 12 വോൾട്ടിലെ ഒരു ഭാഗം 2.4, ഇവിടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ 20 മൈക്രോ ഫാരഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പിന്റെ വാല്യൂ 2.4 വോൾട്ടേ ഉള്ളൂ, കുറവാണ്. ഇവിടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ 5 മൈക്രോ ഫാരഡ് ആയിരുന്നു. അതിനനുസരിച്ച് ഇവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറേ കൂടി കൂടുതലാണ്, 9.6 വോൾട്ട് ആണ്. ഈ രണ്ട് പൊട്ടൻഷ്യലും ആഡ് ചെയ്താൽ നമുക്ക് 12 വോൾട്ട് കിട്ടും. ദാറ്റ് ഈസ് V is equal to V1 plus V2. Question 3. 3 capacitors are connected to a 12 volt battery as shown in figure. What is the effective capacitance of the combination? ഈ ഒരു കോമ്പിനേഷനിൽ 3 കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 മൈക്രോ ഫാരഡ് ആൻഡ് 4 മൈക്രോ ഫാരഡ് ഒരു പാരലൽ കോമ്പിനേഷൻ ആണ്. ഈ പാരലൽ കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ 2 മൈക്രോ ഫാരഡ് ആൻഡ് 4 മൈക്രോ ഫാരഡ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C' is equal to C1 plus C2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is C' equals 2 microfarad plus 4 microfarad. That is 6 microfarad. ഈ ഒരു പാരലൽ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലഭിച്ചത് 6 മൈക്രോഫാരഡ് ആണ്. അപ്പൊ അതായത് ഈ രണ്ട് കപ്പാസിറ്റേഴ്സിന് പകരം അതിനെ റീപ്ലേസ് ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് 6 മൈക്രോഫാരഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ രണ്ട് കപ്പാസിറ്ററിന് പകരമായി 6 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 6 മൈക്രോഫാരഡും 3 മൈക്രോഫാരഡും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ സീരീസ് കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഒരു കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ലഭിക്കും. സോ നെക്സ്റ്റ് 6 microfarad and 3 microfarad are connected in series. Series combination the effective capacitance 1 by C is equal to 1 by C1 plus 1 by C2. ഇവിടെ LCM കണ്ട ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് C1 plus C2 divided by C1 C2 എന്നാണ്. അത് 1 by C യുടെ വാല്യൂ ആണ്. നമുക്ക് കിട്ടേണ്ടത് C ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെസിപ്രോക്കൽ എടുക്കണം. അങ്ങനെ റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ C is equal to C1 C2 divided by C1 plus C2. അപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് മാത്രം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യുന്നതിന് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. C is equal to C1 C2 divided by C1 plus C2. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 micro into 3 micro divided by 6 micro plus 3 micro. അതിൽ 6 into 3 18 ആണ്. Then micro into micro എന്ന് പറയുമ്പോൾ ഇവിടെ 18 micro into micro
ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3 9 ആണ്. അഡീഷൻ ആയതുകൊണ്ട് 6 മൈക്രോ പ്ലസ് 3 മൈക്രോ എന്ന് പറയുമ്പോൾ 9 മൈക്രോ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിലെ ഒരു മൈക്രോ ഡിനോമിനേറ്ററിലെ 1 മൈക്രോയും ക്യാൻസൽ ചെയ്ത് പോയി. ഫൈനൽ റിസൾട്ട് കിട്ടുന്നത് C is equal to 2 മൈക്രോ ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്ക് ലഭിച്ചത് 2 മൈക്രോ ഫാരഡ് എന്നാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ? ഇവിടുത്തെ ഈ 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയാൽ 2 മൈക്രോ ഫാരഡും 4 മൈക്രോ ഫാരഡും പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് പാരലൽ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതില് രണ്ട് കപ്പാസിറ്ററുകളിലെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. അപ്പൊ അതിനാൽ ഇവിടെ 2 മൈക്രോ ഫാരഡിലെയും 4 മൈക്രോ ഫാരഡിലെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. അതേ സെയിം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെയാണ് ഈ രണ്ട് കപ്പാസിറ്ററുകളുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് 6 മൈക്രോ ഫാരഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് കപ്പാസിറ്ററുകൾക്ക് പകരമായി ഇവിടെ 6 മൈക്രോ ഫാരഡുള്ള ഒരൊറ്റ കപ്പാസിറ്റർ മാത്രമായി ഈ ഗ്യാപ്പിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 6 മൈക്രോ ഫാരഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണോ ആ സെയിം പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ 2 മൈക്രോ ഫാരഡിലും 4 മൈക്രോ ഫാരഡിലും ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 മൈക്രോ ഫാരഡിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം 2 മൈക്രോ ഫാരഡിന്റെയും 4 മൈക്രോ ഫാരഡിന്റെയും ഈക്വലന്റ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് 6 മൈക്രോ ഫാരഡ്. ആ 6 മൈക്രോ ഫാരഡിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ വാല്യൂ തന്നെയായിരിക്കും 2 മൈക്രോ ഫാരഡിലും ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഈ ഒരു കോമ്പിനേഷനിലെ ചാർജ് എത്രയാണെന്ന് കാണണം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 12 വോൾട്ട് ആണ്. ഈ ഒരു കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് നമുക്ക് ലഭിച്ചത് 2 മൈക്രോ ഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലെ ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതില് പൊട്ടൻഷ്യൽ ഇക്വേഷൻ V is equal to Q by C. അതിൽ നിന്ന് Q is equal to CV, കപ്പാസിറ്റി C into V. ഇവിടെ C എന്ന് പറയുന്നത് ഈ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതായത് 2 മൈക്രോ ഫാരഡ്. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. ഈ 12 വോൾട്ടിലെ ഒരു ഭാഗമാണ് ഇവിടെ 6 മൈക്രോ ഫാരഡിൽ ഡ്രോപ്പ് ചെയ്യുന്നത്, മറ്റൊരു ഭാഗം 3 മൈക്രോ ഫാരഡിലും ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ആദ്യം ചാർജ് എത്രയാണെന്ന് കാണാണ്. ചാർജ് Q is equal to CV. അപ്പൊ C എന്നത് ഇവിടുത്തെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 2 മൈക്രോ ഫാരഡും V എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ 12 വോൾട്ടുമാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to 2 മൈക്രോ, ഇവിടെ 2 മൈക്രോ ഫാരഡ് ആണ്. അപ്പൊ 2 മൈക്രോ ഇൻറ്റു പൊട്ടൻഷ്യൽ ഇവിടെ 12 വോൾട്ട് ആണ്. അപ്പൊ 2 മൈക്രോ ഇൻറ്റു 12 ദാറ്റ് ഈസ് 24 മൈക്രോ കുളം. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ ചാർജ് Q ആണ്. ആ ടോട്ടൽ ചാർജ് Q ആണ് ഈ 6 മൈക്രോ ഫാരഡിലൂടെയും 3 മൈക്രോ ഫാരഡിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. കാരണം ഇവിടെ 6 മൈക്രോ ഫാരഡും 3 മൈക്രോ ഫാരഡും സീരീസ് ആയിട്ടാണ് കണക്ഷൻ വരുന്നത്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഈ 24 മൈക്രോ കുളൂം എന്നുള്ള ചാർജ് ആണ് 6 മൈക്രോ ഫാരഡ് ആൻഡ് 3 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററുകളിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചാർജ് കിട്ടി കഴിഞ്ഞാൽ ഈ 6 മൈക്രോ ഫാരഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണാം. ആ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ V is equal to Q by C. ഇവിടെ Q നമ്മൾ എടുക്കേണ്ടത് 24 മൈക്രോ കുളൂംബ് ആണ്. കപ്പാസിറ്റൻസ് നമ്മൾ എടുക്കേണ്ടത് 6 മൈക്രോ ഫാരഡ് ആണ്. ആ 6 മൈക്രോ ഫാരഡിലെ കപ്പാസിറ്റൻസ് കണ്ടാൽ അത് തന്നെയാണ് 2 മൈക്രോ ഫാരഡിലെയും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 6 മൈക്രോ ഫാരഡ് എന്നുള്ള കപ്പാസിറ്റൻസ് ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 24 മൈക്രോ ഡിവൈഡഡ് ബൈ 6 മൈക്രോ. അപ്പൊ മൈക്രോ ക്യാൻസൽ ചെയ്ത് പോയി. 24 by 6 that is 4. So potential drop V is equal to 4 volt. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് ഈ 6 മൈക്രോ ഫാരഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ്. അതിന്റെ വാല്യൂ നമുക്ക് 4 വോൾട്ട് എന്ന് കിട്ടി. ആ 4 വോൾട്ട് തന്നെയായിരിക്കും ഈ 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിലും 4 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിലും ഡ്രോപ്പ് ചെയ്യുന്നത്. കാരണം ഇതൊരു പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷനിൽ രണ്ടിലെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്തു. 4 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
What is the area of plates of a 0.1 microfarad parallel plate air capacitor given that the separation between the plates is 0.1 millimeter? ഇവിടെ തന്നിരിക്കുന്നത് പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ. എയർ കപ്പാസിറ്റർ എന്നാൽ ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്ററിലെ പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള മീഡിയം എയർ ആണ്. അങ്ങനെയുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.1 മൈക്രോഫാരഡ്. പിന്നീട് തന്നിരിക്കുന്നത് ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ ആണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അത് 0.1 മില്ലിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് പ്ലേറ്റ്സ്. കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C is equal to epsilon 0 A by D. ഇവിടെ കപ്പാസിറ്റൻസ് വാല്യൂ തന്നിരിക്കുന്നതാണ്, നമുക്ക് കാണേണ്ടത് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഏരിയ A is equal to CD by epsilon 0 എന്ന് എഴുതാം. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C യുടെ വാല്യൂ 0.1 മൈക്രോഫാരഡ് ആണ്. മൈക്രോ മീൻസ് 10 raised to minus 6. Then distance D is equal to 0.1 millimeter. Milli means 10 raised to minus 3. Epsilon 0 constant ആണ്. It is the permittivity of air. ആ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള മീഡിയം എയർ ആണ്. അപ്പൊ അതുകൊണ്ട് എയറിന്റെ പെർമിറ്റിവിറ്റി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C കപ്പാസിറ്റൻസ് 0.1 into 10 raised to minus 6. Then distance 0.1 millimeter ആണ്. 0.1 into 10 raised to minus 3. Then epsilon 0 യുടെ വാല്യൂ 8.85 into 10 raised to minus 12. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് 10.47 into 10 raised to 3 meter square. അപ്പോൾ ആ പ്ലേറ്റുകളുടെ ഏരിയ വരുന്നത് 10.47 into 10 raised to 3 meter square ഏരിയ ആണ് പ്ലേറ്റ്സിന് വരുന്നത്. Now next question. A parallel plate air capacitor with air between plates has a capacitance of 8 microfarad. What will be the capacitance if distance between the plates is reduced by half and the space is filled with a medium of dielectric constant 5? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ, അതായത് രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള മീഡിയം എയർ ആയിരുന്ന സമയത്ത് അതിന്റെ കപ്പാസിറ്റൻസ് 8 മൈക്രോഫാരഡ് ആയിരുന്നു. പിന്നീട് ആ പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്പേസ് reduced by half. ആ പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അതായത് ഡിസ്റ്റൻസ് നമ്മൾ d എന്നാണ് എടുക്കുക. ആ d യുടെ വാല്യൂ d/2 എന്നാക്കി. ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ഈസ് ഫിൽഡ് വിത്ത് എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ആ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള മീഡിയത്തില് നേരത്തെ എയർ ആയിരുന്നു, അതിന് പകരം ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എയർ കപ്പാസിറ്റർ ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് 8 മൈക്രോഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C is equal to epsilon 0 A by D ആണ്. അതിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 8 മൈക്രോഫാരഡ് എന്നാണ്. പിന്നീടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഈസ് റെഡ്യൂസ് ബൈ ഹാഫ്. അപ്പൊ ഡിസ്റ്റൻസ് d എന്നത് d/2 എന്നാക്കണം. പിന്നീട് ഒരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ അതിൽ k ടൈംസ് ആവും. അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് k ആണെങ്കിൽ k ടൈംസ് ആകും എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ പുതിയ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്ക് ഇപ്രകാരം എഴുതാം. C ഡാഷ് എന്നത് ഡൈഇലക്ട്രിക് മീഡിയം ആഡ് ചെയ്തപ്പോഴുള്ള കപ്പാസിറ്റൻസ്, അതിനെ C ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തു. C ഡാഷ് is equal to k. ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് k. എപ്സിലോൺ 0 A by D/2. ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയത് കൊണ്ട് d/2 എന്ന് എഴുതി. അതിനെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഈ d/2 2 ന്യൂമറേറ്ററിലേക്ക് പോയി. അപ്പൊ 2 into k into epsilon 0 A by D. epsilon 0 A by D എന്ന് പറയുന്നത് എയർ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ്. അതിന്റെ വാല്യൂ 8 മൈക്രോഫാരഡ് എന്നാണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ k യുടെ വാല്യൂ 5 ആണ്. k യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 into 5 into 8 മൈക്രോഫാരഡ്. Then we get 80 microfarad. അപ്പോൾ ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡിസ്റ്റൻസ് ഹാഫും ആക്കിയപ്പോൾ പുതിയ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ലഭിക്കുന്നത് 8 മൈക്രോഫാരഡ് എന്നാണ്.